വെളിയങ്കോട് പഞ്ചായത്ത് ഓഫീസിലേക്ക് LDFിന്റെ നേതൃത്വത്തിൽ ജനകീയ മാർച്ച് നടത്തി. മാർച്ച് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TM സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. LDFിന്റെ നേതൃത്വത്തിൽ വെളിയങ്കോട് പഞ്ചായത്തിലേക്ക് ജനകീയ മാർച്ച് നടത്തി. വെളിയങ്കോട് പഞ്ചായത്ത് ഭരണസമിതിയുടെ ദുർഭരണത്തിനെതിരെയാണ് ചൊവ്വാഴ്ച രാവിലെ 11-ന് പ്രതിഷേധം നടത്തിയത്. നാക്കോലയിൽ നിന്നും ആരംഭിച്ച ജനകീയ മാർച്ച് വെളിയങ്കോട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് ഏറെ നേരം ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് നടന്ന ധർണാ സമരം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TM സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രദേശത്തിന്റെ ചിന്തകളെ, പ്രതികരണങ്ങളെ ഉറ്റുണർത്താൻ ആശയപരമായ ഹൃദയമുള്ള ഒരു രാഷ്ട്രീയം വേണം. അതിനെ മുന്നോട്ട് നയിക്കാനും ഒരു രാഷ്ട്രീയം വേണം. വെളിയങ്കോട് ജനങ്ങളാകെ ചിന്തിക്കുകയാണ്, നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഒരു പ്രാദേശിക ഭരണകൂടം നേരത്തെ ഇങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മുടെ പഞ്ചായത്തുകളൊക്കെ എങ്ങനെയായിരുന്നു? പ്രമാണത്വത്തിൻ്റെ വാക്ചാതുരിക്ക് മുമ്പിൽ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾക്ക് മുമ്പിൽ പഞ്ചപുച്ഛമടക്കി പ്രമാണിത്വത്തെ വാഴിക്കുന്ന രീതിയിലേക്ക് ഒരു സംവിധാനമായിരുന്നു. ആ സംവിധാനത്തെ ഇന്നീ കാണുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുള്ള പങ്ക് എന്താണെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവനും അറിയാം. ജനകീയാസൂത്രണ പ്രസ്ഥാനം വന്ന സമയത്ത് അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കി ജനകീയാസൂത്രണ പ്രസ്ഥാനം എന്ന ആശയം ഇടതുപക്ഷത്തിൽ നിന്ന് VMSൽ നിന്ന് ഉയർന്നു വന്നപ്പോൾ മറ്റിന്ത്യയിൽ എവിടെയും ഇല്ലാത്ത, ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിലേക്ക് ആ സംവിധാനത്തെ ഹൃദയത്തിലേറ്റുകയും കട്ടി രാഷ്ട്രീയത്തിന് അതീതമായി, അവിടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമില്ല, കട്ടി രാഷ്ട്രീയത്തിന് അതീതമായി ആ പ്രഖ്യാപനത്തെ ഏറ്റെടുക്കുകയും ചെയ്ത നാടാണ് നമ്മുടെ കേരളം. അപ്പൊ കേരളത്തിന്റെ ഈ ഗതിയിലേക്ക് ഇന്നിപ്പോൾ ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധികാരികൾക്ക് മനസ്സിലാവാത്തത്, നിങ്ങളൊക്കെ ഇതിലേക്ക് വന്നു കയറി ആ കസേരയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നേണ്ടത്, നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ ആദരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത്, അംഗീകരിക്കേണ്ടത് ഇടതുപക്ഷ ആശയമെന്ന ഈ ധാരയിലൂടെയല്ലാതെ നിങ്ങൾക്ക് ഈ അധികാരം കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന വസ്തുത മനസ്സിലാക്കി പോകേണ്ടതായിരുന്നു. സുരേഷ് കാക്കനാത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ TK ഫസലുർ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ഷാജിറ മനാഫ്, P രാജൻ, NK ഹുസൈൻ, റിയാസ് പഴഞ്ഞി, EK മൊയ്തുണ്ണി മൗലവി, PM ആറ്റുണ്ണി തങ്ങൾ, സുനിൽ കാരാട്ടേൽ, NK സൈനുദ്ദീൻ, ഷാഫി തവയിൽ, P വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. P അജയൻ നന്ദി പ്രകാശനം നടത്തി.